എല്ലാവർക്കും നിർവൃതി ലഭിക്കട്ടെ. അധ്യായം 2. ഈ ചരിത്രം എഴുതാനുണ്ടായ കാരണം ഏറ്റെടുക്കാനുള്ള കഴിവില്ലായ്മയും ധൈര്യക്കുറവും. ഹേമന്ത് പന്ത് എന്ന നാമം കിട്ടിയത് ഗുരുവിന്റെ ആവിഷ്കത. കഴിഞ്ഞ അധ്യായത്തിൽ ഈ ചരിത്രം എഴുതുവാൻ പ്രേരിപ്പിച്ച കഥയും കാരണവും, അത് പഠിക്കാൻ അർഹതയുള്ള ആളുകൾ മുതലായവയെപ്പറ്റി പറഞ്ഞിരുന്നു. അവ ഇവിടെ വിവരിക്കുന്നു. സായി ചരിത എഴുതാനുള്ള കാരണം, ഒന്നാമത്തെ അധ്യായത്തിൽ ബാബയുടെ അത്ഭുതമായ കഴിവിനാൽ കോളറ രോഗം പരക്കാതെ നിവർത്തിച്ചതും, അതു കാരണം ഗോതമ്പ് പൊടിച്ച് മാവ് അതിർത്തികളിൽ വലിച്ചെറിഞ്ഞതും വിശദീകരിച്ചിരുന്നു. ബാബയുടെ അത്ഭുത പരവശമാകുന്ന ലീലകൾ കേട്ട് ഞാൻ വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തിന്റെ കഥ എഴുതാൻ പ്രേരിതനായി. കഥ എഴുതുവാനുള്ള ധൈര്യക്കുറവും കഴിവില്ലായ്മയും. ഈ പണിക്ക് ഹേമന്ത് പന്ത് ആളല്ലെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. എനിക്ക് എന്റെ മനസ്സ് തന്നെ അറിയാതായിരിക്കുന്നു. എന്റെ പ്രിയ സ്നേഹിതന്റെ ജീവിതവും അറിയുന്നില്ല. ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെ ബാബയുടെ ചരിത്രം, അവതാരം മുതലായവ എഴുതാൻ സന്നദ്ധയുള്ളവനാകും? വേദങ്ങൾക്ക് കൂടി ഇത് പ്രയാസമുള്ള ഒരവസ്ഥയായിരുന്നു. ഒരുവൻ സന്യാസി ആയിരുന്നാൽ മാത്രമേ ഇനിയൊരു സന്യാസിയുടെ കീർത്തി, അത്ഭുതങ്ങൾ മുതലായവ വിവരിക്കാനോ എഴുതാനോ കഴിവുണ്ടാകൂ. വളരെ വിഷമം പിടിച്ച ഒരു സംഗതിയാണല്ലോ സന്യാസിയുടെ ജീവിതത്തെക്കുറിച്ച് വിവരിക്കുന്നത്. 7 സമുദ്രങ്ങളുടെ ആഴം കണ്ടുപിടിക്കുന്നതും ആകാശത്തിന് തുണി കൊണ്ട് അലങ്കരിക്കുന്നതും ഇതാദി ആ പ്രവൃത്തി എന്നെ പരിഹാസ നിലയിലാക്കുന്നു. അതുകാരണം ഞാൻ സായിബാബയുടെ അനുഗ്രഹങ്ങൾക്കായി സർവപ്രകാരണ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. സന്യാസിമാരുടെ കഥ എഴുതുന്നവരെ ദൈവം സ്നേഹിക്കുന്നുവെന്ന് മഹാരാഷ്ട്രയിലെ ഒരു പ്രധാന സന്യാസി ജ്ഞാനേശ്വർ പറഞ്ഞിട്ടുണ്ട്. അതേമാതിരി സന്യാസിമാരും അവരുടെ ഒരു പ്രത്യേക രീതിയിൽ ആഗ്രഹിക്കുന്ന ഭക്തന്മാർക്ക് മുക്തിയെ പ്രദാനം ചെയ്യുന്നു. സന്യാസിമാർ അസ്പഷ്ടമായ വഴിയിൽ ഭക്തന്മാർക്ക് പണികളെ വിതരണം ചെയ്യുന്നതിനാൽ ഭക്തന്മാർ പല അനുഭവശാലികളായിത്തീരുന്നു. ഉദാഹരണമായി മഹീപതി എന്ന സന്യാസി 1700 ശാകവർഷം വിക്രമവർഷം സന്യാസിമാരുടെ ചരിത്രങ്ങൾ എഴുതാൻ ആഗ്രഹിച്ചു. അവരുടെ പ്രോത്സാഹനം കാരണം മഹീപതിക്ക് അത് സാധിച്ചു. മാത്രമല്ല 1800 ശാകവർഷം 1878 AD ദസ്കനു എന്ന സന്യാസിയുടെ പ്രവൃത്തിയും കൈക്കൊണ്ടു. കവി മഹീപതി 4 ചരിത്രങ്ങൾ, ഭക്തവിജയം, സന്തുവിജയം, ഭക്തലീലാമൃതം, സന്തുലീലാമൃതം എന്നിവയും ദസ്കനു ഭക്തലീലാമൃതവും രചിച്ചു. ഇവരുടെ ചരിത്രങ്ങൾ സന്യാസിമാരുടെ പുതിയ ജീവിതങ്ങളെപ്പറ്റി വിശദമായി വിവരിച്ചിരിക്കുന്നു. ഭക്തലീലാമൃതത്തിൽ ശ്രീ സായിബാബയുടെ ഉപദേശങ്ങളും ജീവചരിത്രവും വിവരിക്കുന്നു. സന്ത് കഥാമൃതത്തിലും ഈ വിവരണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വായനക്കാരുടെ നന്മയ്ക്ക് വേണ്ടി ഈ ഉപദേശങ്ങൾ സായി ലീല എന്ന പുതിയ പതിപ്പുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതേമാതിരി ശ്രീമതി സാവിത്രി രഘുനാഥ് ടെണ്ടുൽക്കർ ഒരു ചെറിയ പുസ്തകം സായിനാഥ ഭജനമാല പ്രസിദ്ധീകരിച്ചതിൽ സായിബാബയുടെ അത്ഭുത ലീലകൾ വിവരിക്കുന്നു. ദസ്കനു മഹാരാജാവ് ധാരാളം ചെറിയ കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അമീർദാസ് ഭാവനി മേത്ത ശ്രീ സായിബാബയുടെ ചില കഥകൾ ഗുജറാത്തി ഭാഷയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചില രചനകൾ സായിനാഥ പ്രഭ എന്ന പത്രികയിൽ വന്നിട്ടുണ്ട്. ഇത്രയും കൃതികളിൽ സായി ലീലകളും സായി ചരിത്രവും പുറത്തിറങ്ങിയ അവസ്ഥയിൽ സച്ചരിതം എഴുതേണ്ട ആവശ്യം എന്താണെന്ന ചോദ്യം എന്റെ മനസ്സിൽ ഉദിച്ചു. മാത്രമല്ല, അതിന്റെ ആവശ്യം എന്താണ്? ഇതിന്റെ ഉത്തരം വളരെ നേർമയുള്ളതും ലഘുവായതുമാണ്. സായിബാബയുടെ ജീവിതം വിശാലവും സമുദ്രത്തെ പോലെ ആഴം നിറഞ്ഞതുമാണ്. ആർക്ക് വേണമെങ്കിൽ അതിന്റെ ഉള്ളിൽ ചാടി താഴോട്ട് പോയി വിലമതിക്കാൻ സാധിക്കാത്ത രത്നങ്ങൾ, അറിവും ഭക്തിയും കൈകൊണ്ട് ആവശ്യമുള്ള ഭക്തന്മാർക്ക് വിതരണം ചെയ്യാൻ കഴിയും. അദ്ദേഹത്തിന്റെ ദൃഷ്ടാന്തങ്ങളും കഥകളും ഉപദേശങ്ങളും എല്ലാം അതിശയോക്തമയമാണ് എന്നതിൽ സംശയമില്ല. അവ സങ്കടങ്ങളും കഷ്ടതകളും നിറഞ്ഞ ജനസമുദായത്തിന് സുഖാവസ്ഥയെ കൊടുക്കുക മാത്രമല്ല, ബുദ്ധി, അറിവ്, ലൗകികമായ സാത്വിക ഗുണങ്ങൾ, വിഷയജ്ഞാനം ഇവകളെ രാഷ്ട്രീയത്തിലുള്ളവർക്ക് പ്രദാനം ചെയ്യുന്നു. സായിബാബയുടെ അതിരസവും അറിവും നിറഞ്ഞതുമായ ഈ ഉപദേശങ്ങൾ കേൾക്കുകയോ ധ്യാനിക്കുകയോ ചെയ്താൽ ഭക്തന്മാർ ഏതൊന്ന് ആശിക്കുന്നുവോ അത് സഫലമാകും തീർച്ച. ബ്രഹ്മത്തിൽ ചേരുന്നത് 8 മടങ്ങ്, യോഗത്തിൽ ശ്രേഷ്ഠത സമ്പാദിക്കുക, ധ്യാനത്തിൽ പരിപൂർണ ആനന്ദം സിദ്ധിക്കുക മുതലായവ. അതു കാരണം ഈ കഥകളെ
ഉരുവാക്കാനായി ഞാൻ തീരുമാനിച്ചു. അതായിരുന്നു എന്റെ ഉപാസന. സാധാരണ ഹൃദയമുള്ളവരും സായിബാബയുടെ ദർശനം ലഭിക്കാത്തവരുമായ ജനങ്ങൾക്ക് ഇതൊരു സന്തോഷപ്രദമായ കാര്യമായിരിക്കും. അതുകൊണ്ട് ഞാൻ സായിബാബയുടെ ഉപദേശങ്ങൾ, കഥകൾ മുതലായവ ശേഖരിക്കാൻ തുടങ്ങി. അതിന്റെ ഫലം ബാബയുടെ അമിതമായ ആത്മബോധം, തന്നെത്താൻ ഉണരൽ എന്നിൽ ഉണ്ടായി. ഈ കാര്യത്തിൽ സായിബാബയായിരുന്നു എന്നെ പ്രോത്സാഹിപ്പിച്ചത്. വാസ്തവത്തിൽ ഞാൻ എന്ന സ്വഭാവം ബാബയുടെ കാലടികൾ വെച്ചു ഞാൻ ചെല്ലുന്ന വഴി തെളിവായി എന്ന് വിചാരിച്ചു. സായിബാബ എന്നെ ഈ ലോകത്തിൽ സന്തോഷപരവശനാക്കുമെന്ന് വിശ്വാസം ലഭിച്ചു. ഈ ജോലിക്ക് സായിബാബയോട് അനുവാദം ചോദിക്കാൻ സാധ്യമല്ല. അതുകാരണം മാധവറാവ് ദേശ്പാണ്ഡെ ശ്യാമ, ബാബയുടെ ഏറ്റവും അടുത്ത ഒരു ഭക്തൻ, എനിക്ക് വേണ്ടി ബാബയോട് സംസാരിച്ചു. അദ്ദേഹം ബാബയോട് വളരെ താഴ്മയോടെ എന്റെ അപേക്ഷയെ പ്രകടിപ്പിച്ചു. ഈ അണ്ണാ സാഹിബ് നിങ്ങളുടെ ജീവിത ചരിത്രം എഴുതുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് ഒരു പാവപ്പെട്ട ഫക്കീർ ആണെന്ന്, അതിനാൽ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല എന്നും പറയരുത്. ഈ സമ്മതം അദ്ദേഹത്തിന് അങ്ങയുടെ ചരിത്രം എഴുതുവാൻ ഉപകരിക്കുകയും ആ ജോലി മുഴുമിക്കാൻ ഒരു സന്ദർഭമായിരിക്കും. അങ്ങയുടെ സമ്മതവും അനുഗ്രഹവും ഇല്ലാതെ വിജയകരമായി ഒന്നും തന്നെ ചെയ്യുവാൻ സാധ്യമല്ല. ഇത് കേട്ട സായിബാബ മനസ്സലിഞ്ഞ് എന്നെ അനുഗ്രഹിക്കുകയും ബാബ വശമുണ്ടായിരുന്ന വിഭൂതി എടുത്തു കൊടുക്കുകയും ചെയ്തു. പിന്നെ ബാബയുടെ വരം കൊടുക്കുന്ന കൈകൊണ്ട് എന്റെ തലയിൽ ആശീർവദിച്ച് എന്റെ കഥകളും അനുഭവങ്ങളും ചേർത്ത് അവകളുടെ കുറിപ്പുണ്ടാകട്ടെ. ഞാൻ തന്നെ തങ്ങളെ സഹായിക്കാം. അയാൾ ഒരു ഉപകരണം മാത്രമാണ്. ഞാൻ എന്റെ സ്വന്തം ചരിത്രം എഴുതി എന്റെ ഭക്തന്മാരെ പ്രീതിപ്പെടുത്താം. അവന്റെ അഹങ്കാരം, അതായത് ഞാൻ എന്ന ഭാവം തീരെ വിട്ട് എന്നിൽ ശരണമടയണം. ഇങ്ങനെയുള്ളവരെ ഞാൻ സഹായിക്കുന്നു. എന്റെ ജീവിതകഥകൾ മാത്രമോ? അവന്റെ വീട്ടിൽ എന്നാൽ കഴിയുന്ന വിധത്തിൽ സകല വിധത്തിലും സഹായം എത്തിക്കും. അവന്റെ അഹങ്കാരം താനേ ഇല്ലാതാകുമ്പോൾ ഞാൻ തന്നെ അവനിൽ ചേർന്ന് എന്റെ ചരിത്രം എഴുതും. എന്റെ കഥകളും ഉപദേശങ്ങളും കേൾക്കുന്ന ഭക്തന്മാർ അതിവേഗം വിശ്വസ്തരായിത്തീരും. അവർ സ്വയം അറിയും, അത്യന്തം സുഖം അനുഭവിക്കും. ഒരുവന്റെ അഭിപ്രായം നിശ്ചയിക്കുന്നതിൽ നിർബന്ധമുണ്ടാവരുത്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിലും ഒരു വസ്തുവിൽ വരുന്ന നല്ലതും കെട്ടതും ചർച്ച ചെയ്യുന്നതും പ്രതിശോധിക്കരുത്. നാമം അർത്ഥവത്ത് ദീർഘദർശനവും. ഹേമന്ത് പന്ത് എന്ന എനിക്ക് കിട്ടിയ നാമം വിവരിക്കാനുള്ള കടമ എന്റെ മനസ്സിൽ വർദ്ധിച്ചു. ഇപ്പോൾ ഞാൻ അത് വിവരിക്കുന്നു. ഞാൻ കാക്കാ സാഹിബ് ചന്ദേക്കറോട് വലിയ സ്നേഹബന്ധത്തിലായിരുന്നു. ബാബയുടെ ദർശനത്തിന് ഷിർദിക്ക് പോകാനായി അവർ എന്നെ നിർബന്ധിച്ചിരുന്നു. ഞാനും അതിന് സമ്മതിച്ചു. പക്ഷെ വേറെ ചില അസൗകര്യങ്ങൾ ഇടയിൽ വന്നതിനാൽ ഷിർദി യാത്രയ്ക്ക് കുറെ താമസം നേരിട്ടു. എന്റെ ഒരു സ്നേഹിതന്റെ മകൻ ലോനാവാലായിൽ സുഖമില്ലാതെ കിടപ്പിലായി. ചികിത്സയ്ക്കായി ശാരീരികവും ദൈവികവുമായ എല്ലാ വഴികളും പരീക്ഷിച്ചു. രോഗശമനം കണ്ടില്ല. ഒടുവിൽ തന്റെ ഗുരുവിന്റെ അരികിൽ പുത്രനെ ഇരുത്തിയിട്ട് ഒരു ഫലവും ഉണ്ടായില്ല. ഇതെല്ലാം കേട്ട് ഞാൻ വിചാരിച്ചു, ഗുരുവുണ്ടായിട്ട് എന്ത് ഫലം? അദ്ദേഹത്തിന് എന്റെ സുഹൃത്തിന്റെ മകനെ രക്ഷിക്കാൻ സാധിച്ചില്ലല്ലോ. ഗുരുവിന് ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. പിന്നെ ഞാൻ എന്തിന് ഷിർദിക്ക് പോകണം? ഇത്തരം പലതും ആലോചിച്ച് ഞാൻ ഷിർദി യാത്ര മാറ്റിവെച്ചു. പക്ഷേ എന്തൊന്നും സംഭവിക്കാൻ പാടില്ലയോ അത് എനിക്ക് സംഭവിച്ചു. ശ്രീ നാനാ സാഹിബ് ചന്ദേക്കർ ഒരു ഔദ്യോഗിക യാത്ര മധ്യേ ബസീൻ എന്ന സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. താനായിൽ നിന്ന് ദാദറിലേക്ക് വന്ന ബസീനിലേക്കുള്ള വണ്ടിക്ക് വേണ്ടി അദ്ദേഹം കാത്തുനിന്നു. ബാന്ദ്രയിലേക്കുള്ള ഒരു ലോക്കൽ വണ്ടിയിൽ കയറിയിരുന്നു. ബാന്ദ്ര എത്തി. എന്നെ വിളിച്ചു. ഷിർദിക്കുള്ള യാത്ര മാറ്റിവെച്ചത് ഒരു വിധത്തിലും ശരിയല്ലെന്ന് ദേഷ്യപ്പെട്ടു. നാനാ സാഹിബിന്റെ നിർദ്ദേശം എത്രയും ആഹ്ലാദകരവും സമ്മതവുമായതാണെന്ന് എനിക്ക് തോന്നി. അതിനാൽ അന്ന് രാത്രി തന്നെ ഷിർദിക്ക് പോകാൻ തീരുമാനിച്ചു. യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്തു. ദാദറിൽ പോയി മാൻമടയിലേക്കുള്ള തീവണ്ടി പിടിക്കുവാൻ തയ്യാറായ സമയത്ത് ഒരു മുഹമ്മദീയൻ എന്റെ വണ്ടിയിൽ കയറി. എന്റെ പരിപാടികളെല്ലാം കണ്ട് അദ്ദേഹം ഞാൻ എവിടേക്കാണ് യാത്രയെന്ന് അന്വേഷിച്ചു. ഷിർദിക്ക് പോകാൻ പേരി ബന്ദറിൽ ചെന്ന് മൺമാട് ട്രെയിൻ പിടിക്കുന്നതായിരിക്കും ഉത്തമമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ സംഭവം നടന്നില്ലെങ്കിൽ എനിക്ക് അടുത്ത ദിവസം ഷിർദിക്ക് എത്തുവാൻ സാധിക്കുമായിരുന്നില്ല. മാത്രമല്ല മനക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിത്തീർന്നേനെ. വിധിച്ചതിങ്ങനെയല്ലായിരുന്നു. ഭാഗ്യവശാൽ അടുത്ത ദിവസം രാവിലെ 9-10 മണിക്കുള്ളിൽ ഷിർദിയിൽ എത്തിച്ചേർന്നു. ശ്രീ ബാബാ സാഹിബ് കാക്കാ സാഹിബ് എന്ന എന്നെ പ്രതീക്ഷിച്ചിരിപ്പുണ്ടായിരുന്നു. ഇത് സംഭവിച്ചത് 1910-ലാണ്. ആ സമയത്ത് ഭക്തന്മാർക്ക് താമസിക്കാനായി എല്ലാം കൂടി ഒരു സത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ടോങ്കാവിൽ നിന്ന് ഇറങ്ങിയ ഉടൻ ബാബയുടെ ദർശനം എനിക്ക് ലഭിച്ചില്ല. ആ സമയത്ത് ശ്രീ ദത്താ സാഹിബ് നൂൽക്കർ മസ്ജിദിൽ തിരിച്ചു വന്നു. ബാബ
പടാവിന്റെ ഒരറ്റത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. വേഗം ചെന്നാൽ ദർശനം ലഭിക്കും. കുളി മുതലായവ കഴിഞ്ഞ് പിന്നീട് നന്നായി ദർശിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് കേട്ടയുടൻ ഞാൻ ഓടിച്ചെന്ന് ബാബയുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു.